അലോഷ്യസ് മാംഗ്ലൂർ വെച്ചിട്ട് കണ്ടതാണ്. അപ്പം എൻ്റെ സീനിയറാണ്, 2 years സീനിയറാണ്. അപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയത് എനിക്ക് വലിയ അറിയില്ല. അവൻ പറഞ്ഞത് അവൻ ഓണ പരിപാടിക്ക് കണ്ടിട്ടുണ്ട് എന്നാണ്. പിന്നെ എൻ്റെ ക്ലാസ്മേറ്റായ വിഷ്ണു ഉണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ ഫ്രണ്ടായിരുന്നു അർജു. അപ്പോൾ അങ്ങനെ അർജു ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് തോന്നുന്നു. October 13th ഇവൻ വന്ന് കോളേജിൽ മീറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ നമുക്കൊരു സ്പെഷ്യൽ കട്ടേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ആക്ച്വലി കപ്പിൾസ് സ്ഥലമാണ്. അപ്പം അവിടെ മീറ്റ് ചെയ്യാൻ പറഞ്ഞു. മീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയുണ്ട് എന്നൊക്കെ. ആരായിരുന്നു ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്? ജെന്യുവൻ ആൻഡ് കൈൻഡ് പേഴ്സൺ ആയിട്ട് തോന്നിയിട്ടുണ്ട്. Salimos para la carretera, la gente a mí me pregunta y yo le digo que yo estoy en Marianela, 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 y yo le digo que yo estoy en Marianela, 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 estoy en Marianela, 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 y yo le digo que yo estoy en Marianela, 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 pasa, súbeme la música DJ. LLB പാസ്സായില്ല. ഞാനൊരു ദിവസം ഇങ്ങനെ കാറിലിങ്ങനെ അച്ഛനും പെരുപ്പാലി അച്ഛനും നാട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എന്നോടാന്തോന്ന് പറഞ്ഞതല്ലേ? എന്നുവെച്ചാല് പിന്നെ അമ്മേനെയാണ് എന്നെക്കാളും പേടി. അമ്മേനെയാണ് പേടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനോടാണ് അത് അവതരിപ്പിച്ചപ്പോൾ ഞാനത് ഒരു പിന്നെ ഗൗരവത്തിലല്ല കണ്ടത്. അച്ഛൻ റിയാക്ഷനൊന്നുമില്ല. ആസ് യൂഷ്വൽ മസിൽ പിടിച്ചിരുന്ന മൂപ്പറിങ്ങനെ കണ്ടുപിടിച്ചു. അമ്മയെ നോക്കി. പിന്നെ ബാക്കി കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ അധികം ആലോചിച്ചില്ല. എന്താ വെച്ചാൽ ഓൻ്റെ ഒരു സെലക്ഷൻ മോശമാവില്ല എന്നുള്ള നല്ല വിശ്വാസം ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ മുന്നോട്ട് പോവുകയാണ്. എന്തിലായാലും ഓൾവേസ് ടുഗെദർ ഉണ്ട്. ബിക്കോസ് ഞാൻ ഓനൊരു ഭയങ്കര ബാഡ് ടൈം വന്ന ടൈമിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ വിട്ടുപോയിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. സോ ഇനിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഓൾവേസ് ഐ സ്റ്റാൻഡ് വിത്ത് ഹിം. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ അതുപോലെ ഏച്ചിൻ്റെ കല്യാണം ഒരു 9 വർഷത്തെ അവരൊരു പ്രണയം ഇന്ന് സഫലീകരിക്കുകയാണ്. ഏട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏട്ടൻ അങ്ങനെ ഭയങ്കര എക്സ്പ്രസീവ് ഒന്നല്ല, പക്ഷേ കെയറിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ഒരു കൂൾ മൈൻഡഡ് പേഴ്സൺ ആണ്. ഏച്ചിയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്, ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഏച്ചി.
അപ്പോൾ നമ്മൾ രണ്ടാളും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ സിംഗായി പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ പോയി. ഇനി അങ്ങോട്ടും നല്ലൊരു ലൈഫ് കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു.